ഒരു 7 തവണ നിയമസഭയിലേക്ക് മത്സരിച്ചു, 4 ടൈം MLA ആയി, 2 ടൈം മന്ത്രിയായി. അപ്പോൾ ഇങ്ങനെ ഒരു നേതാവ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ 80ാമത്തെ വയസ്സിൽ വേറൊരു പാർട്ടിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഈ 80 വയസ്സിൽ പോകുന്ന സമയത്ത് എന്താണ് പറയുന്നത്? കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അവർക്ക് വിസ്മയമൊക്കെ ആവശ്യമുണ്ടാവാം. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? കോൺഗ്രസ് പറയുന്ന കാര്യമാണ് എന്താണ്? ഞങ്ങളുടെ ഒരു വിസ്മയമാണ് ജി സുധാകരൻ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ജി സുധാകരൻ ഈ കോൺഗ്രസുമായി ചർച്ച നടത്തിയിട്ടുണ്ടാവുമല്ലോ. ആ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ചർച്ച നടത്താൻ പാടുമോ? അങ്ങനെ ചർച്ച ചെയ്യാൻ പാടില്ലല്ലോ. അപ്പം കോൺഗ്രസിൻ്റെ ഒരു വിസ്മയമാകാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് നിന്നുകൊടുത്തു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു ബാധകമായി കണ്ടുകൂടെ? അങ്ങനെ ഒരു നേതാവിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നേരത്തെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് മനസ്സിലാക്കുന്നുണ്ടാവാം. അപ്പോൾ എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരം അദ്ദേഹം തന്നെ എന്ന് പറഞ്ഞെന്നുള്ളതാണ്. മരിക്കുന്നത് വരെ ലെനിൻ റഷ്യയുടെ ഭരണാധികാരിയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മാനിഫെസ്റ്റോയിൽ. അങ്ങനെയാണ് മരിക്കുന്നത് വരെ കമ്മ്യൂണിസ്റ്റ് നേതാവ് അധികാരത്തിൽ തുടരുക എന്നുള്ളതാണ് പുള്ളീനെ മനസ്സിലുള്ളത്. അതാണ് അദ്ദേഹം ഒന്ന് പറഞ്ഞു. അത് മരിക്കുന്നത് വരെ ലെനിൻ അധികാരത്തിലുണ്ടായിരുന്നു. മാവോയും കാസ്ട്രോയും എല്ലാവരും അധികാരത്തിലുണ്ടായിരുന്നു മരിക്കുന്നത് വരെ. അപ്പോൾ മരിക്കുന്നത് വരെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അധികാരത്തിലുണ്ടായിരുന്നു എന്ന് പറയുകയും ഞാൻ ഈ പറയുന്ന എല്ലാ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളും അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ കേരളത്തിലെ ബാക്കി കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ചെയ്യണം? സാധാരണ അണികൾ എന്ത് ചെയ്യണം? ഈ അംഗങ്ങൾ എന്ത് ചെയ്യണം? പാർട്ടി അംഗങ്ങൾ എന്ത് ചെയ്യണം? ലോക്കൽ സെക്രട്ടറിമാർ എന്ത് ചെയ്യണം? എല്ലാ ലോക്കൽ സെക്രട്ടറിമാരും നാളെ രാവിലെ തീരുമാനിക്കുകയാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ തീരുമാനിച്ചുള്ള അവസ്ഥ എന്താണ്? എല്ലാ ജില്ലാ കമ്മിറ്റി മെമ്പർമാരും ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവും, ഞാൻ എല്ലാവരും ഏരിയ കമ്മിറ്റി എല്ലാവരും വിചാരിക്കുകയാണ് ഞാനെല്ലാം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ആവും എന്ന് തീരുമാനിച്ചുള്ള അവസ്ഥ എന്താണ്? എല്ലാ ജില്ലാ സെക്രട്ടറിമാരും മന്ത്രിയാവും എന്ന് തീരുമാനിച്ചുള്ള അവസ്ഥ എന്താണ്? അത് പ്രായത്തിന് അതിന് ശൈലിയില്ലാതെ അദ്ദേഹം ആദ്യകാലത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവായി എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇന്നത്തെ കാലത്ത് വരുന്ന ഒരു DYFIൻ്റെ നേതാവ് വിചാരിക്കുകയാണ് ഞാൻ മുഖ്യമന്ത്രിയായിട്ട് അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചാൽ അവസ്ഥ എന്താണ്? ഇതിനാണെന്ന് പറയുന്നത് ഈ സ്വജനപക്ഷപാതം എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പാർട്ടിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും ചില്ലറ. അതിന് വലിയ മാനിഫെസ്റ്റോ ഒന്നും ആവശ്യമില്ല. അതിന് കമ്മ്യൂണിറ്റി പറ്റി മാനിഫെസ്റ്റോയും ഈ ഫീഡർ കാസ്ട്രോയും അതുപോലെ തന്നെ ലെനിനിസ്റ്റ് മാർക്സിസ്റ്റ് ചിന്താഗതി ഒന്നും പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. നിങ്ങൾ സീറ്റ് തന്നില്ലെങ്കിൽ ഞാൻ വേറെ പാർട്ടിയിൽ പോയി മത്സരിക്കുന്നുള്ള സിമ്പിളായിട്ടുള്ള ഐഡിയോളജി മാത്രമേ ഇതിനകത്തുള്ളൂ.